കേട്ടിട്ടുള്ളത് ഫുള്ള് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്, ബാഡ് എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മെറ്റേണിറ്റി എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കാരണം പലർക്കും അറിയാൻ താല്പര്യമുണ്ട് അയർലൻഡിലെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്നറിയാനായിട്ട്. അതേപോലെ തന്നെ അയർലൻഡിൽ റീസെൻ്റ്ലി വന്നിട്ടുള്ളവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ മെറ്റേണിറ്റി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഡെലിവറി ഇവിടെ ആണോ നല്ലത് അതോ നാട്ടിൽ പോകുന്നതാണോ നല്ലത്, ഏതാണ് സേഫ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേട്ടാലോ. ആദ്യം തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രഗ്നൻസി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് കേട്ടോ, വേറെ ആരുടെയും ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിലില്ല. ഫസ്റ്റത്തെ എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് 2023-ലായിരുന്നു. സെക്കൻഡ് ഡെലിവറി 2026-ൽ. 2023-ൽ നിന്ന് 2026-ലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്കങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. അതേപോലെ തന്നെ ഒരാളുടെ തന്നെ 1, 2, 3-ാമത്തെ ഡെലിവറി ആയിട്ട് അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസും സെക്കൻഡ് ഡെലിവറി എക്സ്പീരിയൻസൂടെ മിക്സപ്പ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് വെച്ച് തന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് ഞാൻ ആളല്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു 2023-ൽ. പക്ഷെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഐഡിയ തന്നിട്ടുള്ളായിരുന്നു. ഇതേപോലെയുള്ള ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ആ വീഡിയോ ഷെയർ ചെയ്തത്. അതിനുശേഷം ഒത്തിരി കാര്യങ്ങൾ നടന്നു. ഇപ്പോഴും പോസ്റ്റ്മോർട്ടം പീരീഡിലാണ്. ഇതിന് ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കൂടുതലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അഖിൽ മാരാരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡെലിവറി എന്ന് പറയുന്നത് ഒരു എൻജോയ്മെൻറ്റ് പ്രോസസ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബട്ട് നമുക്ക് ഇതിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് ഇതൊരു എൻജോയ്മെൻറ്റ് പ്രോസസ്സ് അല്ല, വളരെ ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. പ്രഗ്നൻസി, ഡെലിവറി, പോസ്റ്റ്മോർട്ടം പീരീഡ്, ഈ 3 കാര്യങ്ങളും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഈ 3 പീരീഡിലും ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അപ്പോൾ എൻ്റെ 2 ഡെലിവറി എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലും അതേപോലെ തന്നെ ഞാൻ മിഡ്വൈഫറി നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. അതേപോലെ തന്നെ കേരളത്തിലൊക്കെ ഡെലിവറി ടൈമിൽ അസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ് പീരീഡിലൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഓവറോൾ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. വീണ്ടും പറയുകയാണ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അയർലൻഡിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പലരും ഉണ്ടായിരിക്കും. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലർക്ക് ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും, ചിലർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഒരു മിക്സഡ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസി 2023-ലായിരുന്നു. 2023 സെപ്റ്റംബറിലായിരുന്നു ഡെലിവറി, സെപ്റ്റംബർ 7-ന്. അപ്പോൾ എനിക്കൊരു ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്ക്, അതായത് 39 വീക്കിലാണ് എൻ്റെ ഡെലിവറി. 38 വീക്കൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അവർ GDM ഡിറ്റക്റ്റ് ചെയ്തു. അപ്പോൾ GDM ഡിറ്റക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ അവരെന്നോട് പറഞ്ഞു 1 വീക്കിൽ എനിക്കൊരു ഡേറ്റ് തന്നു, സെപ്റ്റംബർ 6. അപ്പോൾ ഇവരെന്നോട് സെപ്റ്റംബർ 6-ന് വന്നിട്ട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ 6-ന് അഡ്മിറ്റ് ആയി. ഒരു 6 o'clock ഒക്കെ ആയപ്പോഴത്തേക്കാണ് എന്നെ അഡ്മിറ്റ് ആക്കുന്നത്. ഒരു 8 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്ക് ഇവരെനിക്കൊരു പ്രോസ്റ്റഗ്ലാൻഡിൻ ടാമ്പൺ വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു 24 hours കഴിയുമ്പോഴത്തേക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ലല്ല പടി നടക്കുകയാണ്, എന്തായാലും ഇന്ന് പെയിനൊന്നും ഉണ്ടാകത്തില്ല എന്ന്. പക്ഷെ ഒരു 10 മണി ആകാറായപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. എന്ത് പെയിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനപ്പോൾ ഓൾറെഡി അവരോട് പറഞ്ഞു എനിക്കിതുപോലെ പെയിൻ ഉണ്ട് എന്നൊക്കെ, ഭയങ്കര എന്തോ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്നിട്ട് വെച്ച പ്രോസ്റ്റഗ്ലാൻഡിൻ ടാമ്പൺ എടുത്ത് കളഞ്ഞു. എന്നിട്ട് 10-10:30 ആയപ്പോൾ വീണ്ടും ഈ പെയിൻ കുറയുന്നൊന്നുമില്ല, പെയിൻ എങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൺട്രാക്ഷൻസ് മാത്രം, ഒരു റിലാക്സേഷനും ഇല്ല, ഒരു ഗ്യാപ്പും കിട്ടുന്നില്ല. നമ്മുടെ ഫാമിലിയെ നമ്മുടെ കൂടെ നിർത്തത്തില്ല. 8-9 മണിയാകുമ്പോൾ ഹസ്ബൻഡിനെ പറഞ്ഞു വിടും. അപ്പോൾ ഞാൻ ഓൾറെഡി ഹസ്ബൻഡിനെ നേരത്തെ പറഞ്ഞു വിട്ടു 7 മണിയൊക്കെ ആയപ്പോൾ, കാരണം ഇന്ന് ഡെലിവറി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പൊക്കോളാൻ പറഞ്ഞ് 7 മണിയൊക്കെ ആയപ്പോഴേ പറഞ്ഞു വിട്ടു. കാരണം ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ടൊരു 45 minutes ഡ്രൈവ് ഉണ്ട്. അപ്പം ഇരുട്ടിക്കഴിഞ്ഞാൽ വെറുതെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്നൊക്കെ ഇച്ചിരി കൺസേണും ടെൻഷനും ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് നേരത്തെ വിട്ടത്. അങ്ങനെ ഒരു 11:30-12 ആയപ്പോഴത്തേക്ക് എനിക്ക് പെയിനൊക്കെ കൂടി. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എക്സ്ട്രീം ലെവലായി. എൻ്റെ റൂമിൽ 3 പേരുമായിട്ടാണ് റൂം ഷെയർ ചെയ്യുന്നത്, ഹോസ്പിറ്റൽ റൂം. ആ 3 പേരും ഐറിഷുകാരാണ്. അവർ സെക്കൻഡ് ഡെലിവറിക്ക് കിടക്കുന്നവരുണ്ട്, തേർഡ് ഡെലിവറിക്ക് കിടക്കുന്നവരൊക്കെ ഉണ്ട്.
ഞാൻ മാത്രമാണ് ഫസ്റ്റ് ഡെലിവറിക്ക് ഇറങ്ങുന്നത്. ഫസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നോർമലി ഒരു 8 to 12 hours ഒക്കെ എടുക്കും. ഡെലിവറി എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും 8 to 12 hours ഒക്കെ എടുക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്താണ് ഇത്രയും വലിയ പെയിൻ ഇത്ര പെട്ടെന്ന് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സൗണ്ട് ഉണ്ടാക്കിയൊന്നും ഞാൻ അലറിക്കില്ല. ഞാൻ എന്താ പറയുക, സംയമനം പാലിച്ചു. ബിക്കോസ് ഇപ്പുറത്തും അപ്പുറത്തും കിടക്കുന്ന സെക്കൻഡും തേർഡും ഗ്രാവിഡക്കാരായിട്ടുള്ളവർ പോലും അലറുന്നില്ല. പിന്നെ ഞാൻ അലറിയാൻ മോശമാണല്ലോ. എന്നിട്ട് ഞാൻ എൻ്റെ വേദനയുടെ സമയത്ത് ഞാൻ ടോയ്ലറ്റിൽ പോയിരുന്നിട്ട് അവിടെ അലറിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പുറത്ത് വരുമ്പം ഞാൻ ബോളിലാണ് ഇരുന്നത്. നമ്മുടെ എക്സസൈസ് ബോളുണ്ട് പ്രഗ്നൻസി, സോ അതിലിരുന്നു. കാരണം എനിക്ക് ബെഡിലൊന്നും ഇരിക്കത്തില്ല, അത്ര എക്സ്ട്രീം പെയിനായി. ഒരു 1:15 ആയപ്പോഴത്തേക്ക് ഒരു നേഴ്സ് വന്നിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ ചെക്ക് ചെയ്യണം, നിനക്ക് ഭയങ്കര പെയിനായിട്ട് തോന്നുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ഞാൻ ബെഡിൽ കയറി കിടന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവർ ചെക്ക് ചെയ്യാനൊന്നുമില്ല, പെട്ടെന്ന് ഫുൾ ആകാറായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീൽ ചെയറൊക്കെ വിളിച്ച് എന്നെ കൊണ്ടുപോയി. ആ പോകുന്ന വഴി ഞാൻ എബിനെ ഫോൺ വിളിച്ചു. അങ്ങനെ എബിൻ പെട്ടെന്ന് വന്നു ലേബർ റൂമിൽ. അപ്പോൾ ഓൾമോസ്റ്റ് ഡെലിവറിയൊക്കെ തീരാറായപ്പോഴത്തേക്കാണ് എബിൻ വന്നത്. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡെലിവറിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടായിരുന്നു പോസ്റ്റ്മോർട്ടം പീരീഡിൽ. ബട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 3rd degree tear ആയിരുന്നു. ഓക്കെ, ഇവർ എപ്പിസോട്ടമി ഇടത്തില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞായിരുന്നു എപ്പിസോട്ടമിയുടെ കാര്യം. പക്ഷേ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ എപ്പിസോട്ടമി ഇടത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയാണ് എപ്പിസോട്ടമി ഇടും. അപ്പോൾ എപ്പിസോട്ടമി ഇടാത്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഡെലിവറിക്ക് ഉറപ്പായിട്ടും ടിയർ വരും. എന്നാൽ ചിലർക്ക് എപ്പിസോട്ടമി ഇടുന്നവരും ഉണ്ട്. അതായത് ഇപ്പോൾ കൊച്ചിന് എന്തെങ്കിലും ഫീറ്റൽ ഡിസ്ട്രസ്സോ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വാക്വം ഡെലിവറി വല്ലതും നടത്തണമെങ്കിലൊക്കെ അവർ എപ്പിസോട്ടമി ഇടും. അല്ലാതെ നോർമലി ഉള്ളതിന് ഇവർ എപ്പിസോട്ടമി ഇടത്തില്ല. അങ്ങനെ എനിക്ക് 3rd degree tear ആയിരുന്നു. ഓക്കെ, 3rd degree tear ആയി. ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ അതെല്ലാം കഴിഞ്ഞു. ഇൻഫെക്ഷൻസ് ഒന്നും ആയില്ല. പക്ഷേ എനിക്ക് പണി കിട്ടിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിട്ട ഒരു സ്റ്റിച്ച് ലാസ്റ്റത്തെ നോട്ട് ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ട് അത് മാത്രം അബ്സോർബ് ആയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറേ പെയിൻ സഹിച്ചു. ഞാൻ 2-3 തവണ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവർക്ക് അതങ്ങോട്ട് മനസ്സിലായില്ല എന്താണെന്ന്. കാരണം അതിന് മുകളിൽ സ്കിന്നൊക്കെ വളർന്നു. അപ്പം ഞാനിവരോട് പറയുന്നുണ്ട് അവിടെ എന്തോ ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് നോക്കിയിട്ട് മനസ്സിലായില്ല. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ അവർ സ്കിൻ ഇച്ചിരി മാറ്റി നോക്കിയപ്പോഴാണ് ഈ നോട്ട് അവിടെ ഇരിക്കുന്നുള്ളത് കൊണ്ട് എന്താ പറയുക, അതിൻ്റെ ആയിരുന്നു ഞാൻ അത്രയും സഹിച്ച ഒരു പെയിൻ എന്ന് പറയുന്നത്. 2 മാസത്തോളം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു പെയിൻ സഹിച്ചായിരുന്നു. എനിവേ അത് അവരെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സ്വർഗം കിട്ടിയ പോലെ അത്രയും ഞാൻ കഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഇന്നും ആ ഒരു പെയിനും കാര്യങ്ങളും ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ ഡെലിവറി ഒരു പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ഇതെന്ന് പറയുന്നത് ഈ പെയിനാണ്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം എനിക്കതിൽ ഉണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് ഈ ഒരു നോട്ടിൻ്റെ ഇഷ്യൂ ആണ്. പിന്നെ ഓഫ് കോഴ്സ് 3rd degree tear, അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഒരു എപ്പിസോട്ടമി ഇട്ടിരുന്നെങ്കിൽ. പിന്നെ എനിക്കൊരു ഡൗട്ട് ഓൾറെഡി ഉണ്ട്, ഈ പ്രോസ്റ്റഗ്ലാൻഡിൻ ടാബ്ലറ്റ് വെച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണോ പെട്ടെന്ന് ഡെലിവറി നടന്നത്. ബിക്കോസ് കൺട്രാക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു, റിലാക്സേഷൻ ഇല്ല. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ പലരോട് ചോദിച്ചായിരുന്നു. അപ്പം പലരും പറഞ്ഞായിരുന്നു, പലരുടെയും നെഗറ്റീവ് എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തായിരുന്നു. പിന്നെയും എന്തുകൊണ്ട് അയർലൻഡ് ഡിസൈഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനപ്പോൾ വിചാരിച്ചു ഇപ്പോൾ എന്തെങ്കിലും വരാനാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പോയാലും നമുക്ക് എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ സംഭവിക്കും. അപ്പം എവിടെ ആയാലും എന്നാന്നുള്ള രീതിയിലാണ് ഞാനും എബിനും കൂടെ ഇവിടെ തന്നെ മതി എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ഇവിടെ നടത്തിയത് കൊണ്ട് തന്നെ സെക്കൻഡ് ഡെലിവറിയും ഇവിടെ നടത്താം എന്ന് ഞാൻ വിചാരിച്ചു. അതേപോലെ തന്നെ 3 years കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അതിന് ഐറിഷ് പാസ്പോർട്ടും ആയിരിക്കും ഇവിടെ ജനിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പം എന്തുകൊണ്ടും ഇവിടെ തന്നെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. ഒരു പുതിയ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നതിനെക്കാട്ടിലും നമുക്കൊരു മുൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെ ഓരോ കൺസൾട്ടേഷൻ്റെ സമയത്ത് ഞാൻ ഡോക്ടേഴ്സിനോട് പറയും ഇങ്ങനൊരു ടിയറിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, അതുകൊണ്ട് സെക്കൻഡ് ഡെലിവറിക്ക് എന്തായാലും എനിക്ക് എപ്പിസിയോട്ടമി ഇടണം എന്നൊക്കെ ഞാൻ അവരോട് പറയും. അവർ പറയും എന്തായാലും എപ്പിസോട്ടമി ഇടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ തന്നെ എനിക്കൊരു ഓപ്ഷൻ വെച്ചായിരുന്നു, ഫസ്റ്റ് 3rd degree tear ആയതുകൊണ്ട് നിനക്ക് വേണേൽ സിസേറിയനിലുള്ള ഓപ്ഷനിലേക്കും ചൂസ് ചെയ്യാമെന്ന് വെച്ചായിരുന്നു.
പിന്നെ ഞാൻ അങ്ങനെ അതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, സിസേറിയൻ വേണോ നോർമൽ വേണോ എന്നുള്ളത്. പിന്നെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. കാരണം വല്ല ബ്രീച്ച് പ്രസൻറ്റേഷനും ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് സിസേറിയനിലേക്ക് പോകുമല്ലോ. സെഫാലിക് ആണെങ്കിൽ നോർമലും ആവും. അപ്പം ദൈവം തീരുമാനിക്കട്ടെ, സെഫാലിക് ആണെങ്കിൽ നോർമൽ ആക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ദൈവത്തിന് അത് വിട്ടുകൊടുത്തു. ഇനി നമുക്ക് എൻ്റെ ആ സെക്കൻഡ് ഡെലിവറിയുടെ ആ ഒരു ഹോൾ ജേർണി, അതായത് ഇപ്പോഴത്തെ ഡെലിവറിയുടെ ഹോൾ ജേർണി ഞാൻ പറയാം. പക്ഷേ ഇപ്പം തന്നെ വീഡിയോ ഒത്തിരി ലെങ്തി ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഇത് ബ്രേക്ക് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ട് പോലെ തന്നെ ഞാൻ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയുടെ ജേർണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും അയർലൻഡിലെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ പ്രഗ്നൻസിയുടെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഇപ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അറിയാവുന്നൊരു ഹൈപ്പോട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.